हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा ഭവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിന് ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ അന്നദാനം കൊടുക്കുന്നത് 61 പേർക്കാണ്. നമ്മുടെ ആഷിഖ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ പേരിലാണ് കൊടുക്കുന്നത്. ആഷിഖ് സുബ്രഹ്മണ്യൻ്റെ അമ്മയാണ് നമ്മളെ ഫുഡ് തരാൻ ഏൽപ്പിച്ചത്. ഒരുപാട് സന്തോഷം മാതാജിക്കും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. ഇന്ന് ഒരല്പം വൈകിപ്പോയി, ക്ഷമിക്കണം. എന്നും പറയുന്ന പോലെ അതേ പല്ലവി, എല്ലാവർക്കും അറിയാലോ. ഇന്ന് കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാലേ വൈകിയത് എന്താണെന്ന്. ഞാനിപ്പോൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാധനം വാങ്ങാൻ നേരം വൈകി അങ്ങനെ ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഉണ്ടാക്കിയെടുത്ത് പാക്ക് ചെയ്ത് വന്ന ആ സ്പീഡ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പം ക്ഷമിക്കണം കേട്ടോ. മഞ്ജരീസിന് എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്, ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകും, ക്ഷമിക്കണം. ഫോണെടുത്തോളം നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 61 പേരാണ് ആഷിഖ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. കൊടുക്കാം ശിവമാതാജി, ശിവചേച്ചി കൊടുക്കാം. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ്, ഇന്ന് എന്തൊക്കെയാ കൊടുക്കണേന്ന് ആർക്കൊക്കെ അറിയാം. എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന്. മഞ്ജരീസിന്റെ അന്നദാനത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് മഞ്ജരീസിന്റെ അന്നദാനത്തെ കുറിച്ച് പറയാനുള്ളത് അല്ലേ ദിവ്യ? അതൊന്ന് കേൾക്കാനൊരു ആഗ്രഹം. എന്താണ് മഞ്ജരീസ് അന്നദാനത്തെ കുറിച്ച് പറയാനുള്ളത്? എല്ലാവരും നമ്മൾ കണ്ടല്ലോ. അതെ, എല്ലാവരും മൊത്തം കണ്ട്. നമ്മൾ എന്താന്ന് ഉണ്ടാക്കിയത്? 3 ദോശ, 2 വട, പുതിന ചട്നി, കടല ചട്നി, സാമ്പാർ, വെള്ളം അല്ലേ? അമ്മയുടെ കുഞ്ഞിനെത്തിപ്പോയി. നിന്നെയാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ വൈകുന്നേരം കൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്ലോക്ക് റൂമിൽ തിരക്കായിട്ടാണ്. മുതലാളി വലിയ മുതലാളി ആയിപ്പോയി. നല്ല അഭിപ്രായം. മഞ്ജരീസ് പൊളിയല്ലേ? മഞ്ജരീസ് ഉയർന്നത്. നമ്മുടെ ഡിന്നറുമായി നമ്മുടെ ദിവ്യമാതാജി ഇറങ്ങുകയാണ്. 61 പേര് ഫുഡ് കഴിക്കാൻ പോകണം. 1 2 കൊടുക്കാം. ഇത് ചിലപ്പം ഫോണ് സ്വിച്ച് ഓഫ് ആയി പോകുന്നാലും ഉണ്ട്, ചാർജ് ഉണ്ട്. മാക്സിമം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം വടയല്ല, അയ്യോ അപ്പമല്ല. ദോശ, വട, പുതിന ചമ്മന്തി, നിലക്കടല ചമ്മന്തി, സാമ്പാർ. എവിടെ ആ പാട്ടിക്ക് കൊടുക്കാം. നമ്മളിനി ആളുകളെ തേടി പോവാണ്. നമ്മളുടെ ഒരു ടാസ്ക്. വെള്ളം അതന്നെ. മഞ്ജരീസിന്റെ അന്നദാനം ലൈവായിട്ട് കണ്ടല്ലോ. അപ്പം ഇനി എന്താ പറയാ, ഇനി ആളുകളെ തേടിക്കൊണ്ടു പോവാണ് നമ്മൾ. ഇത്രയും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു, പാക്ക് ചെയ്ത് കഴിഞ്ഞു 61 എണ്ണം. ഇനി നമ്മൾ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ്. മഞ്ജരീസ് അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? മഞ്ജരീസ് മാത്രമേ ചെയ്യൂ. അതാണ് മഞ്ജരീസ്. അപ്പം നമ്മുടെയൊക്കെ എന്നത്തെയും എന്താ പറയുക സന്തോഷമാണ് അന്നദാനം എന്ന് പറയുന്നത്. നമ്മളുടെ മഞ്ജരീസിലൂടെ 61 പേരിന്നും ഭക്ഷണം കഴിക്കാൻ പോകണം. ക്ഷമിക്കണം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. കുറച്ച് ടയർഡാണ്, ഒരു ഇത്തിരി ലേശം. ശരിയോ? ഇന്ന് രാത്രി എന്താ പരിപാടി? ഇന്ന് രാത്രി ഇന്നലെ പ്രഭുപാജിയുടെ കഥ പറച്ചിലായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഇന്ന് കുറച്ച് മെസ്സേജ് നോക്കാം. 48 മണിക്കൂറിനുള്ളിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കും പറഞ്ഞല്ലേ. ഇന്ന് രാത്രി മെസ്സേജ് നോക്കും. 3 മണിക്കാണോ? അതെ. രാവിലത്തെ ദോശ സൂപ്പറോ? ഒരു ഹോട്ടൽ അത് ശരി. രാവിലത്തെ ദോശ സൂപ്പർ. അപ്പൊ നജീമ മാതാജി ഇപ്പോഴാണ് ഉറങ്ങി എണീറ്റത്. ഞങ്ങളിപ്പം 10 മിനിറ്റ് മുമ്പ് വരെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മഞ്ജരീസ് ഹോട്ടൽ തുടങ്ങി. ലൈവ് കുക്കിംഗ്, ലൈവ് ഈറ്റിംഗ്. സാധനങ്ങളൊക്കെ ഉണ്ടാവും. സ്വന്തമായി ഒന്ന് കുക്ക് ചെയ്ത് സ്വന്തമായി കഴിച്ചിട്ട് പോവാം. വെറൈറ്റി ഹോട്ടൽ. ചമ്മന്തി സൂപ്പർ. കോഫിയാണ് എടുത്ത് കഴിക്കണം. ഇത് ഉണ്ടാക്കി നിങ്ങൾ തന്നെ കഴിക്കണം. ഹരേ കൃഷ്ണ. ഒന്നും പറയാനില്ല. ഗ്രേറ്റ് ജോബ്. താങ്ക് യു ഹരിപ്രഭു.
അതൊരു ഐഡിയ ആണ്. എന്നിട്ട് വേണം എനിക്ക് ദോശക്കല്ല് കിട്ടിയില്ല, എനിക്ക് പുട്ടുപാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞ അടി കൂടാൻ അവിടെ വന്നിട്ട്. എൻ്റെ പൊന്നെ ആവൂല ഇപ്പോൾ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇങ്ങനെയാണ് മഞ്ചേരീസിൽ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത്. അമ്മയുടെ കുഞ്ഞിനെത്തിപ്പോയി. അമ്മയുടെ കുഞ്ഞിനാണ് കേട്ടോ അത്. എന്തിനാടെ ഭാവമുണ്ടോ? നമ്മുടെ നല്ല ചൂട് ദോശയും സാമ്പാറും ആരാ കഴിക്കാൻ പോകുന്നത്? ഈ അമ്മ കഴിച്ചെങ്കിൽ മേടിക്കില്ല. കൊടുക്ക് വേഗം കൊടുത്തിട്ട് വാ, ഫോണ് സ്വിച്ച് ഓഫ് ആവും. ഹായ്, ചിരിക്കുന്നുണ്ട്. അമ്മ ദോശ വട എല്ലാം ഉണ്ട്, എല്ലാം പറഞ്ഞു കൊടുക്കണേ. ദോശ വട ഒക്കെ ഉണ്ട്. ഇതിനേക്കാൾ വലിയൊരു ആനന്ദം എന്താണുള്ളത് നിങ്ങൾ പറ? ഇതിലും വലിയൊരു സന്തോഷം എന്താ ഉള്ളത് അല്ലേ? നമ്മൾ രാവിലെ ചെന്ന് എല്ലാം മേടിച്ച് കൊണ്ടുവന്ന് അരിയൊക്കെ ആട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഇതിലും വലിയൊരു സന്തോഷവും ഇതിലും വലിയൊരു സമാധാനവും നമുക്ക് വേറൊന്നുമില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ നമ്മുടെ വീട്ടിലൊരു 4 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും എന്തെല്ലാം പരാതികളാണ്. ഇത് നമ്മൾ 61 100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കൊടുക്കുകയാണ്. ഹരി ഗോവിന്ദ് പ്രഭുവിൻ്റെ ഐഡിയിൽ നിന്ന് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ചക്കരേ, ലവ് യു ബേബി. നന്നായി പഠിക്കും കേട്ടോ, സൂപ്പറായിട്ട് പഠിക്കണം. ഓക്കെ, ഒരുപാട് പഠിക്കണം. സമൂഹത്തിന് സഹായമാവണം. വിശക്കുന്നവരുടെ വിശപ്പ് കാണണം, കൊടുക്കാനില്ലാത്തവൻ്റെ ആ ഒരു അവസ്ഥ കാണണം. ഒരുപാട് സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യണം കേട്ടോ കുഞ്ഞാ. അതാണ് മാതാജിക്ക് ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികളോട് മാതാജിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇനി ഞാൻ പോയിട്ട് നല്ല ചൂട് വെള്ളം വെച്ച് കുളിച്ചിട്ട് കിടന്നു. മാതാജി വിശക്കുന്നു. രേണു കുഞ്ഞാ, നീ ഹോസ്റ്റലിലല്ലേ, വല്ലതും കഴിച്ചോ? അഡ്രസ്സ് താ, മാതാജി കുറച്ച് ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ നിനക്ക് ഉണ്ടാക്കി അയച്ചു തരാം, കഴിക്കേ. എൻ്റെ കുട്ടി ഹോസ്റ്റലിലല്ലേ, ഇന്ന് സൺഡേ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റാത്ത അന്നദാനം ഉണ്ടായിട്ടാട്ടോ. ഇന്ന് ഇവരുടെ അന്നദാനം ഉള്ളതുകൊണ്ടാണ് മാതാജി ഇന്ന് ക്ലാസ് എടുക്കാത്തത്. ഇന്ന് ക്ലാസ് എടുത്തേനെ. ഹരേ കൃഷ്ണ. വിജയ് പ്രഭു കിട്ടിയൊക്കെ കുറേ ഉണ്ടാക്കണ്ടേന്ന്. എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ടല്ലോ മാതാജി. ദോശയും ഇഡ്ഡലിയും ഒക്കെ സാരല്ലേ മാതാജി, നമുക്ക് ഇനിയും സമയങ്ങൾ ഇഷ്ടം പോലെ അല്ലേ. നമുക്ക് കൂടാതെ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ ഓപ്പൺ കിച്ചൺ ഉണ്ട്. നമുക്ക് അവിടെ ചെയ്ത് നമുക്ക് കൊടുക്കണം, പാക്ക് ചെയ്ത് കൊടുക്കണം. ഹരേ കൃഷ്ണ നാരായണ. പാവം വേലുവണ്ണൻ രാവിലെ തൊട്ട് നമ്മുടെ കൂടെയായി. ഓട്ടോക്കാരൻ സാധനം മേടിക്കാനും എടുക്കാനും കൊടുക്കാനും വാങ്ങാനും ഒക്കെ ആയി. ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾ പോയിട്ട് വേണം കഴിക്കാൻ. ചോറ് ഇരിപ്പുണ്ട്, തക്കാളിക്കറി ഇരിക്കുന്നുണ്ട്, ചമ്മന്തി ഉണ്ട്, ചുട്ടരച്ച മുളക് ചമ്മന്തി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുമൊക്കെ ഉണ്ടാക്കി, അതിനിടയ്ക്ക് ഇതുമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയാം. ഇനി പോയിട്ട് വെള്ളം പിടിക്കണം, മോട്ടർ ഇട്ടിട്ട് വെള്ളം പിടിക്കണം. നമ്മളെ ഈ ഫോൺ എടുത്തേടാ. അങ്ങനെ 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 കുറേ പണി. ആരാ വിളിക്കണേ? റഷോ പീനായറോ? ഹലോ, ആ സർ, ഗുഡ് ഈവനിങ്. പറയൂ സർ. തെക്കേ നടയിലാണ് സർ. റൂമിന് വേണ്ടിയാണോ? ഓ സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നെ രാവിലെ വിളിക്കുമോ? ഞാനിപ്പോൾ അന്നദാനം ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓക്കെ സർ, താങ്ക് യു. ഇല്ലെങ്കിൽ ഞാൻ കാലത്തെ അങ്ങോട്ട് സാറിനെ തിരിച്ച് വിളിക്കാം. ഓക്കെ സർ, താങ്ക് യു സർ.
അമ്മോ വിഷ്ണു പറഞ്ഞ കേട്ടോ ആ ദിവ്യ ചേച്ചിക്ക് കൊടുത്തില്ലെങ്കിലും അമ്മ കഴിക്കണം. ഓ അങ്ങനെ എങ്ങനെയാ മക്കളെ, പാവല്ല, അവള് തിന്നോട്ടെ. കുറെ മാവ് കരച്ചല്ലേ. നീ ചെന്നിട്ട് പാത്രമൊക്കെ കഴുകിപ്പിക്കാനുണ്ട്. അടുത്ത തിരുപ്പതി യാത്രക്ക് ലച്ചുവിനെയും കൂട്ടി വരണേ. തുണി മടക്കിപ്പിക്കാനുണ്ട്. അമ്മ പോയി കിടക്കും. അവളൊരു വണ്ടിക്ക് തുണി കഴുകി വെച്ച് എല്ലാം കൂടെ ബിന്ദുമ്മ മേലെ കൊണ്ടേ വിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രാത്രി മഴ പെയ്താൽ നനയും. അതെല്ലാം അവള് രാത്രി മടക്കി വെക്കും. പിന്നെ നമ്മൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പാക്കിംഗ് മെറ്റീരിയൽസ് അതൊക്കെ എടുത്തെല്ലാം സെറ്റാക്കി കട്ടിലിനടിയിലും അവിടെയൊക്കെ കയറ്റി വെക്കും. വീട് തുടയ്ക്കണം. കുറേ പണിയില്ലെന്ന് നമ്മളും ബിന്ദുമ്മയും കൂടെ ചെയ്തു. അമ്മയും കൂടും, കൂടാതെ പറ്റൂല. എന്നിട്ട് കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റൗവൊക്കെ തേച്ച് കഴുകി കിടന്നുറങ്ങും. മെസ്സേജ് നോക്കാനുണ്ട് ഇഷ്ടം പോലെ. വിജയ് പ്രഭു നോന്ന് പറ്റൂല, ദിവ്യമാതാജിയും കഴിക്കണം അല്ലേ. അപ്പയ്ക്ക് കൊടുക്കണം. അണ്ണ ദോശ വാങ്ങിക്കോങ്ക. അവരുടെ ഇവർ കൊടുക്കും. അമ്മ ചേച്ചിയുടെ ലച്ചു എന്നുള്ള വിളി നിർത്താൻ പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞേനെ. നീ കുരുത്തക്കട് കളിച്ചില്ലായിരുന്നെങ്കിൽ, നീ വികൃതി കളിച്ചിട്ടല്ലേ എനിക്കൊന്നും പറയാൻ പറ്റാത്തത്. തിരുപ്പതി യാത്രക്ക് വാട്ടോ ലച്ചുമോളെ. ഞാനൊന്നും പറയില്ല. വിഷ്ണുവിന് എന്താ ഇപ്പം ലച്ചു എന്നൊക്കെ വിളിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. പിള്ളേരാകുമ്പോൾ ഒരു ഇച്ചിരി പ്രേമമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അല്ലേ? നമ്മളിപ്പോൾ ആരോടും പറയുന്നില്ലല്ലോ അല്ലേ? അതെ, ആരോടും പറയാം. നമ്മളെ കാര്യങ്ങൾ പോട്ടെ മോനെ, അതിപ്പോൾ ആരും അറിഞ്ഞില്ലല്ലോ. മക്കള് സമാധാനമായിട്ടിരിക്കും. ലൈവിലല്ലേ പറഞ്ഞു. ചുമ്മാതാണ് കേട്ടോ. അവന്റെ പ്രേമൊന്നുമല്ല. അവന്റെ പ്രേമം കുറച്ചക്രമൊന്നുമില്ല. ആർക്കറിയാം. ഏയ് അവന് മറ്റേ പ്രണയത്തെ കുറിച്ച് സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്ക് ഈ ദിവ്യയും ജിത്തും കൂടെ തുടങ്ങി. അതേ അവന് പ്രേമുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട്. ആമ്പിള്ളേരാകുമ്പോ ഇച്ചിരി പ്രേമവും ചുറ്റിക്കളിയൊക്കെ ഉണ്ടാവും. അവരുടെ പ്രായം അതല്ല, അവരങ്ങ് പ്രേമിക്കട്ടെ. രണ്ടെണ്ണം. അമ്മേ നാരായണം. ഇവിടെയുള്ള പാട്ടിയമ്മയ്ക്ക് ക്ലാസ് അല്ല ലച്ചുകുട്ടി, അല്ല വിഷ്ണുക്കുട്ടി. അയ്യോ, കണ്ടോ അന്നദാനം കൊടുക്കുന്നത്. ഇതാണ് മഞ്ജരീസിന്റെ അന്നദാനം. ജിത്തു വന്നിട്ട് പറയണേ ചേച്ചിയമ്മ എന്നെ വെറുതെ വിടണേന്ന്. അവൻ പറയാ ക്ലാസ് കഴിയട്ടെ, ഞാൻ ചേച്ചിയമ്മയ്ക്കുള്ളത് തരാന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇത് ക്ലാസ് അല്ല ലച്ചുകുട്ടി, വിഷ്ണു മോനെ. അതിപ്പോ അമ്മയുടെ വായിൽ അങ്ങനെ വന്നു പോയതാടാ. ഇതിപ്പോ ആരും അറിഞ്ഞില്ലടാ വിഷ്ണുവേ. നീ സമാധാനമായിട്ട് ഇരിക്കെ പോട്ട്. ഇതിപ്പോ ആരോട് പറയാനൊന്നും പോണ്ട കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. അതന്നെ ലാലി മാതാജി പറഞ്ഞിട്ടില്ലേ നീ? ലാലിയമ്മ പറയണേട്ട് ആരും കേട്ടില്ല, ഒന്നും മിണ്ടണ്ട. ഇതിപ്പോ അവന് എന്താ അവന്റെ മറ്റേ വല്യച്ഛന്റെയോ വല്യമ്മയുടെയോ മോളുടെ കൂട്ടുകാരി ഉണ്ട് ലച്ചു എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവര് കിടന്നിട്ട് അതിനെ ലച്ചു എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കണത്. പാവം. ഇനിയിപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല അല്ലേടാ. സമയമാകുമ്പോ നമ്മള് മഞ്ജരീസ് കുടുംബം ആലോചിച്ച് നിന്നെ കെട്ടിച്ചു തരും. അതെ, അന്ന് അമ്മ ദോശ ഉണ്ടാവും ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ. വിഷ്ണുവിന് അതന്നെ പോട്ടെ. ആരല്ലേടാ, അതൊരു തെറ്റാണോ? നമ്മള് കല്യാണത്തിന് ദോശ ഉണ്ടാക്കൂടാ. ദോശ ഇഡ്ഡലിയും വടയും സാമ്പാറൊക്കെ ഉണ്ടാക്കും. നീ ധൈര്യമായിട്ടിരിക്കടാ. നമുക്ക് പാരയിൽ ഇഡ്ഡലി ദോശ കഴിക്കാനുണ്ടോ നോക്കാം. ചേച്ചി ചെന്നൈയിലാണ് ചക്കര. ചേച്ചി ഇങ്ങനെ ചെന്നൈയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കിട്ടും. അയ്യോ അതിന് കൊടുക്കണ്ട, വാങ്ങൂല. ഇന്നലെ വേണ്ട പറഞ്ഞാലേ. നേരത്തെ அவங்க வேணாம் தானே சொன்னீங்க? வாங்க மாட்டாங்க. அது ഭക്ഷണം കഴിക്കാത്ത ജീവി. അത് சீக்கிரம் போலாம் அண்ணா. நெக்ஸ்ட் போல அண்ணா இந்த அப்பாக்கு தாத்தா தாத்தா
അപ്പ 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 ആ കേക്കുന്നേ ഇല്ല. അപ്പ പോകാം. ദോശ നല്ല ദോശയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അന്നേ നാരായണ ഇവങ്ങൾക്ക് വേണേ കൊടുത്തോ. വേണ്ട വേണ്ട, ഹെഡ്സെറ്റ് ഒക്കെ കുത്തി വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അമ്മേ നാരായണ. ഗുരുവായൂർ പോകുമ്പോ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മഞ്ജരീസ് അന്നദാനം എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലാണ് അല്ലേ? ഒരു എന്താ പറയാ, ഒരു ഗംഭീര സ്പെഷ്യൽ അന്നദാനമാണ് മഞ്ജരീസ് അന്നദാനം. ഇഷ്ടപ്പെട്ടോ? എന്ത് ദോശ ബിസിനസ്സോ? ബെസ്റ്റ്. ഇനിയിപ്പം അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. ഇവിടെ അന്നദാനത്തിന് തന്നെ ഉണ്ടാക്കാൻ നേരമില്ല അല്ലേ? ദോശയുടെ കൂട്ടെന്നാ അരിയും ഉഴുന്നും ഉലുവയും അരച്ചെടുക്കും. കറക്റ്റ് മെഷർമെന്റ് പറഞ്ഞാൽ അത് ഓരോ ടംബ്ലർ കണക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞ റൈറ്റ് സൈഡിൽ 2-3 പേരുണ്ടായിരുന്നു. ഒന്ന് വൈകിയതുകൊണ്ട് പലരും പോകും. ഉലുവ കുറച്ച് മതി. അപ്പ സാപ്പിട്ടീங்களா? അവർ കഴിച്ചു. ഇവർക്ക് എല്ലാവർക്കും കൊടുത്താൽ അവർ രാവിലെ കഴിക്കും. പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാന്ന് കേട്ടാ. മടി പട്ടികൾ ഈ പേടിയ ഇതിലൊന്നും ചെയ്യണ്ട. കൊടുത്തോ, ഇറങ്ങിക്കോ വേഗം. ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവും. അപ്പാ 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 அப்பா இந்தாங்கப்பா വെച്ചോ ദിവ്യാണോ വെച്ചു. ഉറക്കത്തിലാണ് പാവം. ആ നല്ല തൂക്കത്തിൽ இருக்கு. அப்பா வேர்க்கடலை சட்னி, புதினா சட்னி, வடை, தோசை, சாம்பார். അയ്യോ കഴിക്കാതെ കിടക്കാന്ന്. സോറി സാപ്പിട്ടുക്കോങ്ങ. ആ അയ്യോ നമ്മുടെ ഫുഡിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യായിരുന്നു. நான் தோசை செஞ்சு வரதுக்குள்ள லேட் ஆயிடுச்சப்பா கொஞ்சம். வடை இருக்கு, தோசை இருக்கு, சாம்பார், புதினா சட்னி, அப்புறம் வேர்க்கடலை சட்னி. இன்னொன்று வச்சுக்கோங்க. ஆமா நான் வரும் சொன்னல. திவ்யா கொடுக்க இல்ல, இன்னொന്നും കൂടി കൊടുത്തോ വെച്ചുക്കോ. சாப்பிட்டுக்கோங்க. കൊടുക്ക ദിവ്യ, വേഗം. ശരി വരപ്പാ, സാപ്പിട്ട് തൂക്കമ്മ. ബൈ. അവര് നമ്മൾ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളെ ഫുഡിന് വേണ്ടിയിട്ട് കഴിക്കാതോ ആ 2 പേര് അങ്ങേരുക കഴിക്കാതിരിക്കുന്നു. അണ്ണ എന്താങ്ക? ദോശ, സാമ്പാർ, വട, புதினா சட்னி, வேர்க்கடலை சட்னி. தாங்க கொடுக்குறேன். வீட்டில் சாப்பிடுவீங்களா? எத்தனை பேர்? இந்தாங்க. அப்படியா? போதுமா? சரி, இன்னொன்று வைக்கவா? இந்த வேணும்னு இந்தா சாப்பிட்டுக்கோங்க. சரிங்க. இது அவர் 2 பேர். പറഞ്ഞു കൊടുക്ക് വടയൊക്കെ. വേർക്കടല ചട്നി இருக்குமா? വേർക്കടല ചട്നി, സാമ്പാർ, വട, ദോശ. എവിടെയാണ് മഞ്ജരീസ് ഹോട്ടലെന്ന്? മഞ്ജരീസ് ഹോട്ടല് ആന്റിയുടെ വീട്ടില് അടുക്കളയില്. അവിടെയാണ് മഞ്ജരീസ് ഹോട്ടല്. ഹരേ കൃഷ്ണ. മക്കളെ, മഞ്ജരീസിന്റെ ഹോട്ടല് ഗുരുവായൂരാണ്.
പക്ഷെ ഇത് നമ്മൾ അന്നദാനം ഉണ്ടാക്കുന്നതാ ചക്കരെ, പാവങ്ങൾക്ക് കൊടുക്കാൻ, വിഷമിരിക്കുന്നവർക്ക് കൊടുക്കാനേ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഉണ്ടാക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ തെക്കേനാട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാവരും മുഖത്തൊരു സന്തോഷവും ചിരിയും കണ്ടോ. അവര് കാത്തിരിക്കുക. അച്ഛൻ പറഞ്ഞുണ്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മക്കളെ നിങ്ങൾ ഇന്ന് വരുമെന്ന്, അപ്പൊ അത് ഇന്നലെ നേത്ത് சொன்னல நீங்க வரும்னு, அதனால நான் சாப்பிடாமலே തൂങ്ങിയിട്ടേ വെയിറ്റ് பண்ணி തൂങ്ങിയിട്ടാങ്ക. പാവം നമ്മൾ ഭക്ഷണം കൊണ്ടുവരുന്ന നമ്മൾ ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് അവര് കഴിക്കാതെ കിടന്നുറങ്ങിപ്പോയെന്ന് കാത്തിരുന്ന്. അപ്പം നമ്മൾ നല്ല ചൂട് ദോശ, വട, സാമ്പാർ, ചട്നി എല്ലാം ഇതോ ഒരമ്മ ഇത് മേടിക്കുന്നുണ്ട്. എന്താ അമ്മ? ദോശ, വട, സാമ്പാർ, ചട്നി, തണ്ണി. അതെ, രണ്ട് പാവങ്ങൾ. ഞാനിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അങ്ങനെ കിടന്നുറങ്ങൂലേ? നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ശരി. ഇതാണ് മഞ്ജരീസ്. എല്ലാവരും അന്നദാനത്തിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ അന്നദാനമൊന്നും ഇല്ല, നാളത്തേക്ക് കൊടുക്കാനൊന്നും അന്നദാനം ഇല്ല. പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്നും കൊടുക്കാൻ സാധിച്ച അത്രയും നല്ലത്. ഇതിലും വലിയ അനുഗ്രഹമൊന്നും നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല ഈ ജീവിതത്തിൽ. കൊടുക്കാൻ ഞാൻ റെഡിയാണ്, ഉണ്ടാക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ എത്ര വേണേലും കഷ്ടപ്പെടാൻ ഞാനും ദിവ്യ മാതാജിയൊക്കെ റെഡിയാണ്. അല്ലേ ദിവ്യ? നിങ്ങൾ തന്നാൽ മതി, കോൺട്രിബ്യൂഷൻ തന്നാൽ മതി. നമ്മൾ ഒരെണ്ണം പോലും കുറയാതെ നമ്മൾ പക്കയായിട്ട് ഉണ്ടാക്കി നമ്മൾ കൊടുക്കും. നിങ്ങൾ കണ്ടതാണല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ അപ്പം ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടോ? അവരൊക്കെ ഫുഡിന് വേണ്ടി കാത്തിരിക്കാം, നമ്മുടെ ഫുഡിന് വേണ്ടി. കാരണം അവർക്കറിയാം നമ്മുടെ ഫുഡ് അത്രയും ടേസ്റ്റുള്ള ഫുഡാണെന്ന്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൻ്റെ റേഞ്ച് വേറെയാണ്. ടേസ്റ്റും അതെ, ക്വാളിറ്റി അതെ, പാക്കിംഗ് അതെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആരും അന്നദാനം കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഹോട്ടലിൽ നിന്നൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളി വെളുത്തുള്ളി ഉണ്ടാവും. അത് ഭഗവാന് വെക്കാൻ പറ്റില്ല. നമ്മൾ അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന് വെക്കും. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭഗവാന് വെച്ച് സമർപ്പണം ചെയ്ത്, ഭഗവാനെ ഇന്ന ആളാണ് തന്നത് എന്ന് ഭഗവാനോട് പറഞ്ഞ് നമ്മൾ കൊണ്ടു കൊടുക്കും. അതിൻ്റെ ഒരു സംതൃപ്തി വേറെയാണ്. അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കുക. നമ്മൾ ഡെയിലി കൊടുക്കാൻ പറ്റിയ അത്രയും സന്തോഷം, ഏറ്റവും വലിയൊരു സന്തോഷം വേറെ ഇല്ല. ഡെയിലി നമ്മൾ കൊടുക്കാൻ പറ്റും. ഒരു ബാഗ് എടുക്കാം അല്ലേ? ഇത് ആ ബാഗിലേക്ക് വയ്ക്കാം. ഈ സൈഡ് കൊടുത്തിട്ട് അവിടെ കൊടുത്തോ. ആണേ കൊഞ്ചം തള്ളിയിറക്കും. ഓക്കെ. അതിൽ 2-3 നിന്നും കൊടുക്കാട്ടാ. സാരമില്ല പ്രീത മാതാജി, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഉണ്ടാകുമ്പോഴൊക്കെ തന്നാൽ മതി. ഒരു നിർബന്ധവും ഇല്ല തരണം. പൈസ തരണം എന്നുള്ളവരെ മാത്രം മഞ്ജരീസിൽ നിർത്തുന്നുള്ള ഒരു മാനദണ്ഡവും ഇല്ല. ഉണ്ടെങ്കിലും അതില്ലെങ്കിൽ വേണ്ട. തരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മനസ്സിലായില്ലേ? നമ്മളെ ലൈവ് ഷെയർ ചെയ്യുന്ന എത്ര പേരുണ്ട്, അത് മതി നമുക്ക്. ദിവ്യ പെട്ടെന്ന് അതിങ്ങോട്ട് എടുത്തു ആ ബാഗ്.
சாப்பாடு தோசை வடை சாம்பார் சட்னி வேர்க்கடலை சட்னி எல்லாம் இருக்கு. சரி கொடுக்குறேன். அம்மா தோசை 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 வேர்க்கடலை சட்னி. ஆமாம் சாம்பார் போதுமாம்மா? இன்னொன்று வேணுமா? அக்கா வாங்க. சரி சரி கொடுக்குறேன். கிருஷ்ணா கிருஷ்ணா அப்பா தோசை. அப்பா தோசை வடை வச்சோ. தாத்தா அப்பா വെച്ചോ അവിടെ വെച്ചോ, എടുത്ത് കഴിച്ചോളൂ. കുറച്ചേ ഉള്ളൂ. அப்பா தோசை சாப்பிடுங்க. தோசை வச்சிருக்குது பாருங்க. தோசை சாப்பிடு. നടുവ് തന്നെ ഉള്ളൂ. வா கொடுத்துட்டு வரேன். பாட்டி சாப்பிட்டுருச்சா? சரி എല്ലാം പോയല്ലോ, കഴിച്ചു. அப்ப தோசை சாப்பிட்றீங்களா? தாத்தா ஆக்கிட்டாங்க. நீங்க தோசை வடை எல்லாம் இருக்கு. போடுന്നു மனுஷன் பட்டி. தாத்தா தோசை சாப்பிட்றீங்களா? അവിടെ ഉണ്ട്, ഫുഡ് ഉണ്ട്. വാ ഫ്രണ്ടിൽ കൊടുത്തിട്ട് വരാം. ഇനി ഒന്നല്ലേ ഉള്ളൂ. നോക്കുക ഭഗവാനെ, ഫ്രണ്ടിൽ കൊടുത്തിട്ട് വരാം. എന്ത് ഭംഗിയല്ലേ. ഗോവിന്ദ ഗോവിന്ദ. நீங்க சாப்பிட்றீங்களாண்ணா? தோசை சாப்பிட்டியா? ഭഗവാനെ മുരുക ആണ്ടവനെ, അത് അവസാനത്തെ പൂജയാണ്. രാത്രി നട അടയ്ക്കുമ്പോഴേ ഉറങ്ങിക്കൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. നമ്മൾ ഫുഡ് കൊണ്ടുവന്നപ്പം കണ്ടോ എഴുന്നേറ്റ് കഴിക്കാൻ പോകുന്നുണ്ടോ. சாப்பிடுங்க அண்ணா. தோசை வேணுமா? தோசை வடை. அக்கா தோசை வாங்கிக்கோங்க அக்கா. தோசை. இனி விட ஆறாள். ஆமாம் அண்ணா தோசை வடை வேர்க்கடலை சட்னி. அப்படி சொல்லுவாங்க. சாப்பிடுங்க. செல்லம் தோசை வடை வேர்க்கடலை சட்னி சாம்பார் புதினா சட்னி. இன்னொன்று வேணுமா? வாங்கிக்கோ. போதுமா? இன்னும் வேணுமா? கண்டிப்பா அண்ணா 2 வச்சுக்கோங்க. திவ்யா அவருக்கு ஒரு 2 கொடுக்க. ஆமா நானு தோசை ஆனால கொஞ்சம் லேட் ஆயிருச்சு. அதான் நம்ம அத்தனை 3 தோசை வச்சிருக்கா. 10 செஞ்சுட்டு வரணும்ல. 186 தோசை இருக்கு.
பண்ணிட்டு வரேன். இருக்கு சண்டை போட வேண்டாம். இருக்கு நான் எடுத்துட்டு வரேன். ஒரே நிமிஷம், வண்டியில் இருக்கு, இப்ப எடுத்துட்டு வரேன். ശരി അമ്മ. ഇപ്പൊ വരാട്ടോ. അവരൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ? എത്ര പേരാ കഴിക്കണ തെരുവിൽ നമ്മൾ കാരണം. അതാണ് പറഞ്ഞത്, അന്നദാനത്തിൻ്റെ മഹത്വം എന്ന് പറയണത് വേറൊരു ലെവലാണ് അന്നദാനം എന്ന് പറയുന്നത്. കഴിക്കട്ടെ. നാളെ നമുക്കിനി വേറെ ഇടത്തേക്ക് പോവാം അല്ലേ? നാളെ അന്നദാനം ഇല്ല, എന്തോ നോക്കട്ടെ. ഫുഡ് ഉണ്ടെങ്കിൽ ആരെങ്കിലും തന്നാൽ നമുക്ക് ഒരു 51 എണ്ണെങ്കിലും ആവണം, അല്ലാണ്ട് നമ്മൾ കൊണ്ടിറങ്ങിയിട്ട് കാര്യമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം. ഓക്കെ. എനിക്ക് വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പ്. ഇന്നൊന്നും കഴിച്ചിട്ടില്ല. எங்க போயிருந்தீங்க நீங்க? காணா சொல்லி எல்லாரும் இங்க ஓடி வந்துட்டீங்களா? இதோ நான் வண்டியில இருந்து எடுத்துட்டு வரப்போகுது. இன்னைக்கு தோசை கொஞ்சம் செய்யறதுக்கு லேட் ஆச்சு. இல்ல എടുത്തുക്കോங்க. അപ്പോ ദോശ ഉണ്ടാക്കി വരാൻ കുറച്ച് ലേറ്റ് ആയില്ലേ, അതാണ് കാര്യം. ഇതോ ദിവ്യ, അണ്ണന് 2 എണ്ണം കൊടുക്ക. അത് ഉണ്ടാക്കി വരാൻ കുറച്ച് ലേറ്റ് ആയില്ലേ, അതാണ് എല്ലാരും ഇങ്ങനെ നോക്കി നമ്മളെ തേടി വന്നിരിക്കണം എല്ലാരും. போதுமாமா? ஐயோ உங்களை விட்டு நான் எங்கேயும் போக மாட்டாங்க. திவ்யா ஒன்னும் கூட கொடுக்க, வீட்டிலே கொண்டு போனேன். போதுமாண்ணா? சரி. எல்லாருக்கும் வாங்கிட்டீங்களா? கூட இருக்கணவங்களுக்கெல்லாம் சாப்பிடுங்க. இல்ல வேணாம், பாவம் நீங்க மூடிட்டல. பரவாயில்ல. நான் உங்களுக்கோசரம் தான் வீட்லயே அரிசி எல்லாம் ஊற வச்சு செஞ்சு தோசை, இட்லி, இது வடை, புதினா சட்னி, வேர்க்கடலை சட்னி, சாம்பார். வேர்க்கடலை சட்னி அதிகமா ஊற்றி தின்பா, அது சாப்பிடுவேன். அப்படியா? ஐயோ, வீட்டுல இருந்த நாளைக்கு வருமா, நான் வேற ஒரு செப்பரேட் கவர்ல எடுத்துட்டு வரேன். சரி, பாய் செல்லம். இருக்கு, புடவை இருக்கு, நாளைக்கு வரும்போது எடுத்துட்டு வந்துடுறேன். சரியா? நான் நாளைக்கு அப்படியா? நான் நாளைக்கு எடுத்துட்டு வரேன். சரி. நான் எடுத்துட்டு வந்துடுறேன். சரியா? சரி, ஓகே. சீக்கிரம் போய் சாப்பிட்டுக்கோ, நான் சூடா ஊத்துனது. தேங்க்யூ அண்ணா. பாய் அம்மா. சரி அம்மா, பாய். பத்திரம்மா, போயிட்டு வரேன். வேண்டாம் அண்ணா, இப்போவே சாப்பிட்டுருவாங்க. ഓഹോ, നിനക്കും കിട്ടിയാ? ശരി കണ്ണേ. അതെ, അവരെ വിട്ടിട്ട് പോവരുത്, അവരെ ഒഴിവാക്കരുത് എന്നാ പറയണത്. பாய். வாங்கிக்கோமா. இடியாப்பம் இல்ல, தோசை. வா. ஒரு நாளைக்கு இடியாப்பம் செஞ்சுட்டு வரேன். வா. வாங்கிட்டீங்களாம்மா? பசிக்குதா? சீக்கிரம் சாப்பிட்டுக்கோ. இன்னொன்று வேணுமா ஃபுட்டு? வேண்டாம்.
ஆமாம், ஆனால் நீங்கள் சும்மா சாப்பிடாமலே இருக்கிறல்ல, ஒழுங்காக சாப்பிடல 3 வேளை. தோசை சாப்பிடுங்க. தோசை அருமையாக இருக்கா? நேற்று இட்லி நல்லா இருந்ததா? இன்னைக்கு தோசை செஞ்சோம். நான் கொடுத்தாச்சும்மா. அவங்க தோசை சாப்பிட்றீங்களாண்ணா? நல்லா இருக்காம்மா? சாம்பார் ஊற்றி சாப்பிடுங்க. நாளைக்கு வேர்க்கடலை சட்னி அதிகமாக கொண்டு வரேன். பாய். என்னம்மா? இதோ அவங்க கொடுக்கவா? திவ்யாவோட கொடுக்கும். அம்மா தோசை. அம்மா தோசை. அண்ணா வேணுமா? தோசை வேணுமா? வாங்க. வாங்கிக்கோ தம்பி. அக்கா வீட்டிலே சமைச்சு சாப்பிட்டு எடுத்துட்டு வரணுதா? சாப்பிடு. இல்ல வாங்கிக்கோ தம்பி. இருக்கு வண்டியில. நீ சாப்பிட்டுக்கோ. இதோ 2 இருக்கு, வாங்கிக்கோங்க. வாங்கிக்கோ. தோசை, வேர்க்கடலை சட்னி, வடை. இன்னைக்கு வேர்க்கடலை சட்னி, புதினா சட்னி. பாய்மா, குட் நைட். சரி தம்பி. திவ்யா തുറന്നു കൊടുക്കാം. ഓപ്പൺ பண்ணி கொடுக்கவா? கீழே கொட்டக்கூடாதுன்னு சொல்லிட்டு நான் டைட்டா போட்டேன். என்னம்மா எப்படி இருக்கு? இட்லி சூப்பரா இல்ல? முடிஞ்சிருச்சு. இட்லி நல்லா இருந்தா? சட்னி சாம்பார் சூப்பரா சாப்பிடுங்க. சந்தோஷமா சாப்பிட்டுட்டு தண்ணி குடிச்சு படுத்து தூங்குங்க நிம்மதியா. பாய் செல்லம். பாய் செல்லம். குட் நைட். சரி வரேம்மா, நாளை பார்ப்போம். பாய், டாட்டா, பாய். சீக்கிரம் சாப்பிட்டுட்டு படுத்து தூங்கு கண்ணே. இந்த மிட்டாய் புதினா சட்னியும் இருக்கு, வேர்க்கடலை சட்னியும் இருக்கு, வடை இருக்கு, தோசை இருக்கு, சாம்பார் இருக்கு, தண்ணி இருக்கு. நான் கோயம்பேடு போய் எல்லாம் வாங்கி வந்து ஊற வச்சு சமைச்சு சமைச்சு எல்லாத்தையும் பேக் பண்ணி எடுத்துட்டு வந்தது. ஆமா, நான் முதல்ல போய் குளிச்சுட்டு சாப்பிடணும். இந்த செல்வார் மொத்தமா தோசை மாவு. வல்சரவாக்கம், ஜானகி நகர், சுரேஷ் நகர் மெயின் ரோட்ல. ஆமா, அதுக்குள்ளயா? ஓ, ஸ்கூல்ல நாங்க இருக்கிறேன். ஓ, உட்காந்துருக்கா? ஓகே, நான் போய் குளிச்சுட்டு சாப்பிட்டுட்டு தூங்குறேன். பாய் கண்ணே, நாளை பார்ப்போம். நாளைக்கு வேற அது ஒன்றும் பிரச்சனை இல்லை, நீங்க சாப்பிடணும். பாய். കഴിഞ്ഞു. ഇതേ ഒന്ന് മിഠായി തിന്ന് വരുന്നുണ്ട്. ഇന്നത്തെ അന്നദാനം കഴിഞ്ഞു. പാട്ടിയമ്മ വരാം. കാലിയാ പോച്ചോ പോളമണ്ണ. കൃഷ്ണ, അയ്യോ നാരായണ. അങ്ങനത്തെ അന്നദാനം കഴിഞ്ഞു. അച്ഛനമ്മമാരെ എല്ലാവരെയും കണ്ടു. എല്ലാവരെയും ഉറങ്ങുന്നവരെ വരെ എഴുന്നേൽപ്പിച്ചു.
ഭക്ഷണം എല്ലാം കൊടുത്തു. എല്ലാവരും ഉറങ്ങി. എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടു. മൈ ഗോൾഡൻ എവർലാസ്റ്റിംഗ് ഫ്രണ്ട്സ് എല്ലാവരെയും കണ്ടു. എല്ലാവരും. ആ മിഠായി നല്ല സൂപ്പറാ. അത് അങ്ങനത്തെ മിഠായിയാ. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് കഴിച്ചിട്ട് മെസ്സേജ് നോക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് കിച്ചുവിനെ കുളിപ്പിച്ചിട്ട് കിച്ചുവിന് ഫുഡ് കൊടുത്തിട്ട് ബാക്കി പണികൾ, ക്ലാസ് കാര്യങ്ങൾ. അയ്യോ, ആ മിഠായി കഴിച്ചപ്പോൾ ഒരു സന്തോഷമല്ലേ. ഒന്നുമില്ലാത്ത വായിക്കാത്ത മിഠായി കിട്ടിയപ്പോൾ എന്തൊരു ടേസ്റ്റാ. ഇനി പോയിട്ട് തിന്നണം. വിശപ്പ് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ നല്ല ചോറും ചൂട് ചമ്മന്തിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഹാ. വീട്ടിലുണ്ട് മുളകരച്ച ചമ്മന്തി, ചുട്ടരച്ച മുളക് ചമ്മന്തി. അത് വെച്ചിട്ട് തിന്നും. എനിക്കിങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, എനിക്ക് എറണാകുളത്ത് ഇതുപോലത്തെ കുറേ സ്ട്രീറ്റിലുള്ള അമ്മമാരൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. കോഴിക്കോടുണ്ട്. പലയിടത്തും എനിക്ക് ഇതുപോലെയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. ആഹാ, ഒരെണ്ണത്തിന് ഞാൻ ഉറങ്ങാൻ വിടില്ല. രാവിലെ ക്ലാസ് ഉണ്ട്. ഞാനിങ്ങനെ ഓരോ ജോലിയിൽ ബിസി ആയാൽ നിങ്ങൾക്ക് നല്ല സുഖമല്ലേ. പഠിക്കുകയും ചെയ്യണ്ട, ഇങ്ങനെ ഇരിക്കാം. മദാജി 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 എന്ന് വിളിച്ചിട്ടല്ലേ. ദോശയില്ല കഴിക്കാൻ. മാവ് കഴിഞ്ഞു. നമ്മൾ മാവ് പെൻഡിങ് വെക്കൂല. അതാത് ദിവസം മാത്രമേ നമ്മൾ മാവ് അരയ്ക്കൂ. ഫുഡ് കഴിക്കണം. അവരൊക്കെ കഴിക്കുന്നുണ്ടോ? അമ്മ കഴിക്കുന്നുണ്ടോ? മറ്റേ അമ്മ പറഞ്ഞിട്ടുണ്ടോ ഇന്നലത്തെ ഇഡ്ഡലി സൂപ്പർ ഇഡ്ഡലി ആയിരുന്നു, നല്ല അടിപൊളി ഇഡ്ഡലി ആയിരുന്നു. ഇതാണ്, അതുകൊണ്ടാണ് അവർ അത്രയും സന്തോഷത്തോടെ നമ്മളെ പിന്നാലെ ഓടി വന്നതുണ്ടോ. ഫുഡ് ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ട് 3-4 പേരുണ്ട് ഓടി വരുന്ന ഭക്ഷണം തീർന്നു പോകുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് എടുക്കാൻ വന്നപ്പം. താങ്ക് യു വിജയകുമാരി മാതാജി. ഇനി എനിക്ക് ആരാ അന്നദാനം സപ്പോർട്ട് ചെയ്യാൻ? ഇനി അന്നദാനം ഇല്ല, കഴിഞ്ഞു. എല്ലാ അന്നദാനവും കഴിഞ്ഞു. ഇനി ഞാനിവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? അതാണ് ഇനി എൻ്റെ അടുത്ത ടെൻഷൻ. ആരെങ്കിലും തരുമായിരിക്കും എൻ്റെ അച്ഛനമ്മമാർക്ക് ഭക്ഷണം കൊടുക്കാൻ. ആരെങ്കിലും സഹായിക്കും. എന്നും രാത്രി ഞാൻ അത് ഓർത്തോണ്ടാ കിടക്കാം. ഈശ്വര, അന്നദാനം കഴിഞ്ഞല്ലോ. ഇനി കഴിഞ്ഞു. ഇനിയിപ്പം മെസ്സേജ് നോക്കാനുള്ളതിൽ ആരെങ്കിലും ഇട്ടാലേ ഉള്ളൂ. അതെന്തെങ്കിലും ഒരു 2-3 ഫുഡൊക്കെ കാണും. ഇനി ഞാനെങ്ങനെ ഇത്ര പേർക്ക് ഭക്ഷണം കൊടുക്കും? ഇതാണ് എൻ്റെ ചിന്ത. അതെ, അവർ കാത്തിരിക്കുക. ഇപ്പോൾ പോയിട്ട് കുളിച്ചിട്ട് കഴിക്കും മാതാജി. സമയമാവുന്നല്ലോ. ഞങ്ങൾക്ക് 10-11 മണിയൊക്കെ വളരെ നിസ്സാരം സമയമാവും. പക്ഷെ അതല്ല, നാളെ ഇനി അന്നദാനം കൊടുക്കണം, മറ്റന്നാൾ കൊടുക്കണം, എനിക്ക് പിറ്റേന്ന് കൊടുക്കണം. എന്നിട്ട് സഞ്ജൂട്ടന് കുറച്ച് സമയം കൊടുക്കണം. അല്ലെങ്കിൽ അതൊരു പ്രശ്നം ഉണ്ടാക്കും. മമ്മി ഫുൾ ബിസി എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ കുറച്ച് സിനിമ കാണാനിരിക്കും. എനിക്ക് പൊതുവേ സിനിമ കാണുന്നത് ഇഷ്ടമല്ല. പക്ഷെ അവൻ സിനിമ കാണാനിരിക്കുമ്പം അവൻ്റെ കൂടെ ഞാനും ഇരിക്കും, ദിവ്യയിരിക്കും. എന്നിട്ട് ഞങ്ങൾ സിനിമ കാണും. അപ്പം അവനൊരു സന്തോഷമല്ലേ. അവനും നമ്മൾ സമയം കൊടുക്കണ്ടേ, നമ്മുടെ മക്കളല്ലേ. അപ്പം അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും മമ്മി എങ്ങാണ്ട് ഉറങ്ങി പോകണുണ്ടോ എന്നൊന്ന്. ഞാനാണെങ്കിൽ ബെഡിൽ കിടക്കേണ്ട താമസം ഇങ്ങനെ കണ്ണ് പോവും. അപ്പം ഇവളിരിക്കും, ദിവ്യയിരിക്കും. പക്ഷെ എൻ്റെ കണ്ണിങ്ങനെ പോവും. അപ്പം എന്നെ വിളിക്കും, മമ്മി ഉറങ്ങാണോ? ഏയ് മമ്മി ഉറങ്ങുന്നില്ലടാ, മമ്മി കാണുന്നുണ്ട് കേട്ടാ എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ കൂട്ടിയിരിക്കും. ഞാനാണെങ്കിലോ ഭഗവാനേ എപ്പോഴാ ഈ സിനിമ ഒന്ന് കഴിയുക എന്നാലോചിച്ചോണ്ടാണ് ഞാനിരിക്കും. ഇന്നലെ പിന്നെ സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ, ഇന്നലെ ഏത് സിനിമയാണ്? മോഹൻലാലിൻ്റെ ഏതൊരു സിനിമ കാണുന്നല്ലേ ഇവർ, ഞാനൊക്കെ മറന്നു. നേരം ഇന്നലെ ഞാൻ ആ സമയത്ത് എനിക്ക് നല്ല ഉറക്കം വരികയാണ്. ഞാൻ ആ ബെഡിൽ കിടന്ന് ഇവളും കിടക്കണ്ടായി, സഞ്ജൂർണം കിടക്കണ്ടായി. സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭുബാജിയുടെ കഥ അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും ഞാനങ്ങ് ഉയർത്തെഴുന്നേറ്റ്. പിന്നെ പ്രഭുബാജിയുടെ കഥ പറച്ചിലേ, പ്രഭുബാജി അമേരിക്കയിൽ പോയതും പ്രചരണം ചെയ്തതും റഷ്യൻ ഡിവോട്ടീസിനെ ഉണ്ടാക്കിയതും
അങ്ങനെ 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 പിന്നെ അതിൻ്റെ പിന്നിലായി. അങ്ങനെയൊക്കെയാണ് അപ്പോൾ വിശേഷങ്ങൾ. അപ്പം എന്നാൽ പിന്നെ നമുക്ക് കാണാം, നാളെ കാണാം. നാളെ രാവിലെ ക്ലാസ് ഉണ്ട് കേട്ടോ, സമയം ഞാൻ അറിയിക്കാം. നെറ്റ് പോയോ? ലച്ചു പോയി. ഓക്കെ.